സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ. മഞ്ജു, നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്വാഗതം. മഞ്ജുവിന്റെ കറക്റ്റ് സ്ഥലം ചേലക്കര. ചേലക്കര എന്ന ഗ്രാമത്തിന്റെ പേര് നിങ്ങൾ കുറുമല അല്ലേ? ഓക്കെ. എന്താ ചെയ്യണത് ജോലി? ഞാന് ചെറുതായിട്ട് മേക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ജോബായിട്ട് പാട്ട് കൊണ്ട് നടക്കുന്നു. സമിതിയിൽ ഏതെങ്കിലും പോകുന്നുണ്ട്? ഉണ്ട്. ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. ഏത് സമിതി സ്ഥിരം പോണ? സ്ഥിരം പോകുന്നത് ഇപ്പോ ഒന്ന് കേളി ഓർക്കസ്ട്ര, ചേലക്കര അല്ല, തൃശ്ശൂരാണ്. പിന്നെ ഒന്ന് ഉദയ ഓർക്കസ്ട്ര, പിന്നെ ഒന്ന് കൊച്ചിൻ ഹീറോസ്. മെലഡി സോങ് മാത്രമാണല്ലോ? മെലഡീസ് ആണ് കൂടുതൽ പാടുന്നത്. ഫാസ്റ്റ് ഇടയ്ക്ക് പാടുന്നുണ്ട്. ഹിന്ദി, തമിഴ്, ഹിന്ദിയും തമിഴും മലയാളവും പാടുന്നുണ്ട്. പാടാൻ തുടങ്ങിയിട്ടുള്ളൂ. അടിപൊളി പാട്ടുകൾ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, എന്നാ പാടും. ഫാമിലി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് മരിച്ചു. പിന്നെ 2 മക്കള്, അമ്മ. കുട്ടികളെന്താ ചെയ്യുന്നത്? മോള് ഇപ്പോ കല്യാണം കഴിഞ്ഞു. മോള് ആയുർവേദിക് നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്. പിന്നെ മോൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. വലിയ കുട്ടികളുണ്ടല്ലേ? വലിയ കുട്ടികളാണ്. മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട്. വലിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പാരമ്പര്യമായിട്ടുള്ള അറിവ് കിട്ടാൻ വിധത്തിലുള്ള കുറച്ച് പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഗുരുവിന്റെ പേരിലൂടെ പറയാ, പഠിപ്പിച്ച മാഷയുടെ കാര്യങ്ങൾ പറയാ. മധു വാര്യരാണ്, കോട്ടയം. ഓൺലൈനിൽ പഠിച്ചതാണ്. കോമഡി എന്താ പോയിന്ന് പറഞ്ഞു? ഗിന്നസിന്റെ ലൈവ് ഗിന്നസ് പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ട്. പോയിട്ട് എന്താ ചെയ്തത്? ഞാൻ അതില് മറ്റേ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു, അതുകൊണ്ട് അറിയപ്പെടാൻ പറ്റിയില്ല. അറിയപ്പെടാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ ആ ഒരു ഗിന്നസിൽ നമ്മൾ പേര് ചേർന്നു മാത്രം. പേര് ചേർന്ന് നമ്മൾ അതിലൊരു ഭാഗമായി. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. നമ്മള് ശ്രദ്ധിച്ചില്ല എന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പോയിരുന്നു നമുക്ക് പറയാലോ. ഓക്കെ. അപ്പോ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഇനി ഒരു പാട്ട് കൂടി നമുക്ക് പാടാം. ഏത് പാട്ട് അടുത്ത് പാടാൻ വേണ്ടി പോണത്? ചന്ദ്രരശ്മിതൻ ചന്ദ്രനദി. ശരി, ഒരു ടെൻഷൻ ഇല്ലാതെ പാടിക്കോ. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. പാടിയാടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി. ചന്ദ്രരശ്മിത ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. പള്ളി നിരാട്ടിനു വന്നൊരു മാനിനെ പട്ടമഹർഷിയായി വാഴിച്ചു. തിങ്കൾ പട്ടമഹർഷിയായി വാഴി
രാവുണർന്നു അവളുടെ രൂപം മാറിലമന്നു ആദ്യത്തെ മധുവിധു രാവുണർന്നു രാവുണർന്നു ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും വല്ല ഇതേപോലെ വല്ല ചാനലിന് ഈ പ്രോഗ്രാം മുന്നിൽ സിംഗിളായിട്ട് ഒറ്റയ്ക്കായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടല്ലോ. ഞാൻ അറിഞ്ഞിടത്തോളം മഞ്ജു നന്നായി പാടുന്ന ആളെന്നാണ് കേട്ടത്. പക്ഷെ നമുക്ക് ഈ പേടി കൊണ്ടായിരിക്കും ചിലപ്പോൾ. പേടി തന്നെയല്ല, 2 ദിവസമായിട്ട് പനി കഫക്കെട്ടും ഒക്കെ ആയിരുന്നു. അതിന്റെ ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ല, പാട്ട് നന്നായില്ല എന്നല്ല, നമുക്ക് ഒന്നും കൂടി നന്നാക്കായിരുന്നു തോന്നി. മോശമായിട്ടൊന്നുമില്ല. അപ്പൊ ഇതിനാണ് നന്നായി പാടും നമുക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം കേട്ടതിന് ശേഷമാണല്ലോ മഞ്ജുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് നിശ്ചയിച്ചത്. അപ്പോ എന്തായാലും സന്തോഷം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഈ ചാനലിലേക്ക് എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. കൂടുതലായിട്ട് ശശിയേട്ടനോട് നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. അതെ.